ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കരിഷ്മ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു കൊച്ചു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ മെസ്സക്കൂട്ടന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ പോകുകയാണ്. അവൾക്ക് സെപ്റ്റംബർ 2-ാം തീയതി അവളുടെ അങ്കണവാടി സ്കൂളിൽ എന്താണ് പറയുക, സെലിബ്രേഷനാണ്, ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കപ്പോൾ പറഞ്ഞേക്കണത് പട്ടുപാവടയാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് പട്ടുപാവട, ബോയ്സിന് മറ്റേ മുണ്ടും ഷർട്ടും. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേരള സാരിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി കേരള സാരി ഉള്ളത് കാരണം നമ്മൾ കേരള സാരി എനിക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നില്ല. മെസ്സക്കുട്ടനാണ് എടുക്കുന്നത് കേട്ടോ. മെസ്സക്കുട്ടന് പട്ടുപാവട എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ തോമ്പടിയിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. മെസ്സക്കൂട്ടന് ഉറക്കമായി. അവള് എന്താണ് രാവിലെ എണീറ്റതാണ്. ഇന്നലെ ഞങ്ങൾ രാത്രി കുറച്ച് മീനൊക്കെ പിടിക്കാനുണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കണവ രാത്രി പിടിക്കാനായിട്ട് പോയത് കാരണം ഇയാൾ ഇന്നലെ കുറേ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇയാൾ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഉറങ്ങിയത്. രാവിലെ കുറച്ച് എണീക്കുകയും ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായി. പക്ഷെ അവൾ രാവിലെ ഒന്നും മൊത്തം ഉറങ്ങിയിട്ടില്ല, വൈകുന്നേരം. അപ്പോൾ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉറക്കം വന്നിട്ടാണ്. അങ്ങനെ അവൾ ഭയങ്കര ഉറക്കത്തിലായിപ്പോയി. അപ്പോൾ ഇനി ആളെടുത്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചുറങ്ങണേണ്. പിന്നെ ഈ ചേട്ടൻ കൂടി ചേട്ടൻ റെഡിയായിട്ടില്ല. അപ്പോൾ ചേട്ടൻ റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങും, പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. നമ്മളെല്ലാവരും റെഡിയായി കഴിഞ്ഞാൽ അതേ മെസ്സക്കുട്ടനും ചേട്ടയൊക്കെ എല്ലാവരും ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഞങ്ങളിത് ഇനി പർച്ചേസിന് പോകാൻ, അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. തോപ്പുംപടിയിലുള്ള മമ്മാസ് കളക്ഷൻ എന്ന് പറഞ്ഞ കടയിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേ അകത്തേക്ക് കയറാൻ പോണേണ്ട. അപ്പോൾ മെസ്സക്കുട്ടൻ മാനിക്കുവിനെ കണ്ടപ്പോൾ അവിടെ അതിനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കണേണ്. നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ മെസ്സക്കുട്ടനാണെങ്കിൽ ഓടിക്കയറുന്ന സ്റ്റെപ്പൊക്കെ എല്ലാം അവൾ നന്നായിട്ട് വേഗം തന്നെ ഓടി കയറുന്നതാണ്. അപ്പോൾ അവൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, അവൾക്ക് നല്ല ആക്റ്റീവ് ആയിരുന്നിട്ടോ. അവൾ വേഗം ഓടിക്കയറി. അവൾക്ക് ഡ്രസ്സ് എടുക്കണം, എങ്ങനെയെങ്കിലും ഡ്രസ്സ് എടുക്കണമെന്നും പറഞ്ഞുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ പട്ടുപാവട കിഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ വന്നേക്കുന്നതിന് പട്ടുപാവട എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഗ്രീനും പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറുള്ള സ്കേർട്ടും വരുന്ന ഒരു പട്ടുപാവടയായിരുന്നു നമ്മളാദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് നമുക്കധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാറ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇയാൾ ട്രൈ ചെയ്ത് ഇടിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോപ്പർ ഷെയ്ഡും പിന്നെ മജന്തയും കൂടി വരുന്ന ഒരു സ്കേർട്ടിട്ട് അതിൽ ഫാഷൻ പരേഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി വഴിയാണ് കേട്ടോ ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുരിയച്ചൻ്റെ അവിടെ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, പള്ളി ആയതുകൊണ്ട്. അപ്പോൾ കുരിയച്ചൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി വഴി കറങ്ങി വന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട് കാട്ടിപ്പറമ്പായതുകൊണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചി വഴി വരുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ എത്തും. അപ്പോൾ നമ്മളങ്ങനെ അവിടെ കുരിയച്ചൻ്റെ അവിടെ കയറി നമ്മൾ ഫോർട്ട് കൊച്ചി വഴി കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മൾ മെസ്സക്കുട്ടൻ്റെ ഓണക്കോടി സെലിബ്രേഷന് സ്കൂളിൽ ഇടാനായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ പട്ടുപാവാട എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത് കണ്ടില്ലേ, ഇത് കോപ്പറും പിന്നെ മജന്ത കളറുള്ള ആ ഷെയ്ഡിൻ്റെ. അപ്പോൾ ഇതാണ് ഗോൾഡനും മജന്തയും കൂടി കൂടിയ കളറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടോപ്പായിട്ട് വന്നത്, ക്രോപ്പ് ടോപ്പ് മോഡലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് പാവാടയിട്ട് വന്നത്. പിന്നെ അവൾക്കൊരു മാല വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാല.
പിന്നെ പൊട്ട്, പിന്നെ ഇത് ടോപ്പിൻ്റെ കളറില ഒരു വള, കയ്യിലിടാൻ വേണ്ടിയിട്ട് വള. അപ്പോൾ നമ്മൾ ഇത്രയാണ് മെസ്സക്കുട്ടന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്, ഇത്ര ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലേ, അവളുടെ മെസ്സേജ് ഉടുപ്പ് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ മെസ്സക്കുട്ടന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ മാലക്ക് എന്തോ ഒരു ഹാർട്ട് എന്താണെന്നറിയില്ല, ഇത് ഹാർട്ടിൻ്റെ ഒരു ഡിസൈനാണിത്. പിന്നെ ഇടയ്ക്കൊരു മുത്ത് പോലെ വന്നിട്ടുണ്ട്, ഗോൾഡൻ കളർ. ഇത് മജന്തയും ഗ്രീനുമാണ് ഇതിൽ. നമ്മളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതേ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളെത്തിയപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പം മെസ്സക്കുട്ടിൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കോപ്പർ ഷെയ്ഡ്, കോപ്പറും അതേപോലെ തന്നെ മജന്ത ആ കളറിലെ ഷെയ്ഡുള്ള ഡ്രസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. പട്ടുപാവാടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അതിനുള്ള ആക്സസറീസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കപ്പോൾ അവളത് എടുത്തിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ആഡ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിനി വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സഹായം ഞങ്ങളുടെ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ ഗൈസ്.